ലിച്ചൂസ് ടാരോ 1111ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ അവര് നിങ്ങളെ പരിചയപ്പെടുന്നതിന് മുൻപ് എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു, ഇപ്പോൾ അവര് എങ്ങനെയാണ്, അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ അവര് എങ്ങനെയായിരുന്നു, ഈ എന്ത് ആക്ഷനാണ് അവര് റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, അതുപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണ് എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവും. അതുപോലെ ഇത് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ ഏത് തരം റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നവർക്കും ഇത് കാണാവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നെങ്കിൽ മാത്രം നിങ്ങൾ ഇത് സ്വീകരിക്കുക, അല്ല എങ്കിൽ നിങ്ങൾക്കിത് ലീവ് ചെയ്യാവുന്നതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തി വളരെ നല്ല ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അവര് പൊതുവെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കാം. അതുപോലെ ഗൈഡ് ചെയ്യുന്ന ആളുകളാണ്. അതായത് ഒരുപക്ഷെ ഒരു ടീച്ചിങ് ഫീൽഡ്, ഏതെങ്കിലും തരത്തിലുള്ള ടീച്ചിങ് നടത്തുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ലീഡേഴ്സ് ആയിരിക്കാം, രാഷ്ട്രീയത്തിലോ അല്ല അതുപോലുള്ള ലീഡേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഏത് ജോലിയാണോ ചെയ്യുന്നത് അവിടെ അവരൊരു ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ് അല്ലെങ്കിൽ അവരുടെ ഒരു സുഹൃത്തുക്കളുടെ ഇടയിൽ അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയായിരിക്കാം. ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ അവരായിരിക്കാം ആ ഒരു ബിസിനസ്സിനെ ലീഡ് ചെയ്തു പോകുന്നത്. എങ്ങനെ നോക്കിയാലും അവരുടെ കീഴിൽ കുറെ ആളുകളുണ്ട്, അവരെ കൺട്രോൾ ചെയ്യുന്ന, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്ന, അങ്ങനെ അവരെ ഒരുമിച്ച് കൂട്ടി കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ ആ ഒരു കൂട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ കീഴിലുള്ള വ്യക്തികളോട് വളരെ എമ്പതറ്റിക് ആയിട്ട് പെരുമാറുക, വളരെ സ്നേഹപൂർവം വളരെ എമ്പതറ്റിക്കലി പെരുമാറാനും ആ ഒരു കൂട്ടത്തെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും എല്ലാം കഴിയുന്ന മികച്ച ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫിനാൻസ്, അവരുടെ ഫാമിലി ലൈഫ്, അവരുടെ കരിയർ എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവർ വളരെയധികം ഇമോഷണലി ബാലൻസ്ഡ് ആയിരുന്നു. അതുപോലെ തന്നെ കരിയറിലെല്ലാം വളരെ സക്സസ് ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നു. അതുപോലെ തന്നെ ലൈഫ് എന്ന് പറയുന്നത് അത് മാക്സിമം അതിന്റെ ഹാപ്പിനെസ് എൻജോയ് ചെയ്യണം, ലൈഫ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു ടൈപ്പ് വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ലൗകികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അനുഭവിച്ച് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ലൈഫിനെ അത്രയധികം ആസ്വദിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. ആളുകളോട് വളരെ പാഷനേറ്റ് ആയിട്ട്, അതായത് റിലേഷൻഷിപ്പിലെല്ലാം വളരെയധികം പാഷനേറ്റ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റു വ്യക്തികളോട് വളരെയധികം എൻപതി ഒക്കെ കാണിക്കുന്ന, അതായത് പാവങ്ങളോട് കുറച്ച് കരുണയൊക്കെ കാണിക്കുന്ന ഒരു ടൈപ്പ് വ്യക്തിയാണ്. ചാരിറ്റി ചെയ്യാനും ഒക്കെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അതിന് അനുസരിച്ചിട്ടുള്ള സാമ്പത്തികവും അത്യാവശ്യം നല്ല രീതിയിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരു നല്ലൊരു ലീഡറാണ്, അല്ലെങ്കിൽ ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ വളരെയധികം കെയർ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും, അവരുടെ കൂടെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ ഫാമിലിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനും എല്ലാം കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു 35+ ഏജ് ഒക്കെ ഉള്ള പേഴ്സൺ ആയിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതായത് വളരെയധികം ഫാമിലി ഒക്കെ വളരെ നല്ല രീതിയിൽ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇനി അല്ല അതിൽ പ്രായം കുറവാണെങ്കിൽ പോലും വളരെയധികം മെച്യൂരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അത് മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും വളരെയധികം മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവരുടെ ലൈഫ് അവർ വളരെയധികം ആസ്വദിക്കുക, അപ്പോൾ ഉള്ള സന്തോഷങ്ങൾ ആസ്വദിക്കുക എന്നതിന്റെ ബേസിൽ തന്നെ ആയിരിക്കാം ഒരു പക്ഷെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർ വന്നിട്ടുണ്ടാവുക എന്നാണ് കാണാനായിട്ട് കഴിയുന്നത്.
പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഒന്നേ നിന്ന് തുടങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ അവരുടെ ലൈഫിൽ ഫിനാൻഷ്യലി എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോ ഇപ്പോ അവരത് വളരെയധികം ലൈഫിനെ അത്രയധികം എൻജോയ് ചെയ്തിരുന്ന, വളരെ ഈസി ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ആ വ്യക്തികള് ഇപ്പോ കുറച്ച് അവരുടെ വർക്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളതായിട്ടും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ഇപ്പോ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ അതെല്ലാം അവർ വളരെയധികം കൺട്രോൾ ചെയ്യുന്നു. അതൊക്കെ വളരെ അടുക്കും ചിട്ടയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു സക്സസ്, വലിയൊരു സക്സസ് അവര് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ട്, വളരെയധികം നിശ്ചയദാർഢ്യത്തോടു കൂടി അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് വളരെയധികം കൺട്രോൾഡ് ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തോ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോൾ അവര് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ അവരുടെ ഫിനാൻസ് ഒക്കെ കുറച്ചുകൂടി അവര് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോ മുൻപ് ഒരു സേവിങ് മൈൻഡ് ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ കൂടുതൽ സേവ് ചെയ്യാന്നുള്ള കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. അതുകൊണ്ട് അവർക്ക് എന്തോ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവര് അതിലേക്ക് കുറച്ച് കൂടുതൽ സേവ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ അവര് റെസ്പോൺസിബിൾ ആയി അവരുടെ ഫാമിലി, അതുപോലെ തന്നെ കരിയർ, ഫിനാൻസ്, ഇതിലേക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. ആ ഒരു ഉത്തരവാദിത്തം വന്നതോടുകൂടെ തന്നെ അതിൽ കൂടുതൽ ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയധികം വിൽ പവറോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണാനായിട്ട് കഴിയുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുകയായിരുന്നുവെങ്കിൽ ഈ വ്യക്തിയാണ് നിങ്ങളിലേക്ക് പ്രൊപ്പോസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്കൊരു വിഷ് കം ട്രൂ സിറ്റുവേഷൻ ആയിരുന്നു. അതായത് നിങ്ങളെ വളരെയധികം അവർ ആഗ്രഹിച്ചു, കുറെ കാലം ആഗ്രഹിച്ച് നിങ്ങളെ ലഭിച്ചതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതിൽ അവർ വളരെയധികം സന്തോഷിച്ചിരുന്നു, വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ പോകെ പോകെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ ഇടയിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരുന്നു, അതുപോലെ ചില കോൺഫ്ലിക്റ്റുകൾ വരുന്നു. അതായത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുക്കും തോറും അവര് ഉദ്ദേശിച്ച ടൈപ്പ് വ്യക്തി അല്ല നിങ്ങളെന്ന് തോന്നുക. അതൊരു പക്ഷെ ഇലൂഷൻ ആവാനാണ് സാധ്യത. കാരണം അത് നിങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. അവരതിൽ വളരെയധികം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷിച്ചു. അത് മാക്സിമം ആ റിലേഷൻഷിപ്പ് നല്ല നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്തിട്ടുള്ളതായിട്ടെല്ലാം കാണുന്നുണ്ട്. പക്ഷെ പോകെ പോകെ അതില് പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് തുടങ്ങുന്നു. അവര് കുറച്ച് ഡിസപ്പോയിന്റഡ് ആവാൻ തുടങ്ങുന്നു. അതായത് ഞാൻ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ല എന്നുള്ള. അതുപോലെ നിങ്ങളുടെ ഇടയിൽ ചില ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് അവര് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നതായിട്ടുള്ള തോന്നലുകൾ, അതിന്റെ പേരിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകള്, നിങ്ങൾ ആഗ്രഹിച്ച പോലെ അവര് പെരുമാറാതിരുന്നത് കൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അതില് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ചോദിക്കുന്നു, നിങ്ങൾക്ക് ടൈം തരുന്നില്ല, അതിനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടുന്ന് തീർച്ചയായിട്ടും അവരതൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരാഗ്രഹിച്ച ടൈപ്പ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിച്ചൊരു ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കില്ല അവർക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. അതിൽ അവർ വളരെയധികം ഡിപ്രസ്ഡ് ആയതായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികളൊക്കെ നിങ്ങളുടെ ഒരു ട്രസ്റ്റ് അല്പം കുറഞ്ഞു പോയതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഒക്കെ ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയതായിട്ട്, ഇമോഷണലി അവർ മാറി നിന്നതായിട്ടൊക്കെ കാണാനായിട്ട് കഴിയുന്നു.
അപ്പോ അതിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് നിങ്ങൾ തമ്മിൽ വളരെയധികം ഒരു അടുപ്പം, അതുപോലെ തന്നെ വളരെയധികം ഒരു ഇന്റിമസി, വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ, എൻജോയ്മെന്റ് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒരു സർഫസിലൂടെ ആയിരുന്നു. നിങ്ങൾ തമ്മിൽ ഇതെല്ലാം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വളരെയധികം കോൺഫ്ലിക്റ്റുകൾ, ഇമോഷണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിൽ പതുക്കെ പതുക്കെ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇവരുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം അവർക്ക് ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഓടി വരാനൊക്കെ തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർ അത്രയും ആഗ്രഹിച്ചുണ്ടായ ഒരു റിലേഷൻഷിപ്പാണ്. അതിൽ അവർ വളരെയധികം സന്തോഷിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം അതിന്റെ എല്ലാ രസങ്ങളും സന്തോഷങ്ങളും എല്ലാം അവർ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് പെട്ടെന്ന് ഓടി വരണമെന്നും പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണമെന്നും നിങ്ങളെ കാണണമെന്നും എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും പാഷൻ നിങ്ങളോട് അവർക്ക് ഉണ്ട്. എന്നാൽ അത്ര പെട്ടെന്ന് വേണ്ട എന്ന് തോന്നുന്ന ഒരു രീതി, അതായത് അതേസമയം രണ്ട് ചിന്ത ആണ് അവരുടെ മനസ്സിൽ വരുന്നത്. അതായത് ഓടി വരണം എന്ന് തോന്നുന്നു, അതേസമയം അങ്ങനെ വന്നാൽ ഉണ്ടാവുന്ന അതിന്റെ കോൺഫ്ലിക്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു. ഒരു പക്ഷെ നിങ്ങൾ തമ്മിൽ സെപ്പറേഷൻ ആയിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ടാവാം. നിങ്ങൾ കുറെ കാത്തിരുന്ന് നിങ്ങളും മടുത്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അവരായിട്ടാണ് ഇതിൽ നിന്ന് മാറിപ്പോയത് എന്നാണ് കാണാൻ കഴിയുന്നത്. അവരായിട്ട് റിലേഷൻഷിപ്പിൽ വന്നു, പിന്നെ അവർ ഉദ്ദേശിച്ചതുപോലെ അല്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചതുപോലെ അല്ല സിറ്റുവേഷൻ, അല്ലെങ്കിൽ മറ്റു കാരണങ്ങളൊക്കെ കൊണ്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി അവർ തന്നെ മാറി നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ അത് ആലോചിക്കുമ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരു മടി, ഒരു ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവര് വലിയ ഈഗോ ഇട്ട് മാറി നിന്ന ആളുകളാണ്. പക്ഷെ ഇനിയിപ്പോ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുവോ എന്നൊരു പേടി അവർക്ക് ഉള്ളതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ അതിനെ കുറിച്ച് അവർ വളരെയധികം ആൻഷ്യസ് ആണ്. അപ്പോ അവർക്ക് അത് ഉൾക്കൊള്ളാൻ ഒട്ടും കഴിയില്ല. നിങ്ങളെ അവർ റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ആളായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതിനെ കുറിച്ച് അവര് വളരെയധികം പേടിക്കുന്നുണ്ട്. അപ്പോൾ ആ റിജക്ഷന്റെ ഒരു പേടിയുള്ളതായിട്ട് കാണുന്നു. കൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലവിൽ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് കാര്യങ്ങളെല്ലാം പരിഹരിക്കാതെ പെട്ടെന്ന് നിങ്ങളുമായിട്ട് റീയൂണിയൻ നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുമായിട്ട് വീണ്ടും റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും വിഷമിക്കാനും സങ്കടപ്പെടാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവർക്ക് രണ്ട് ഫീലിങ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഓടി വരണം എന്ന് തോന്നുന്നുണ്ട്. അതിന്റെ പുറത്ത് അവർ പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാല് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അത് നിങ്ങളുടെ തീരുമാനമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ സോൾവ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ വീണ്ടും പ്രശ്നങ്ങൾ, അതായത് വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ ട്രസ്റ്റ് ഇഷ്യൂസ് വീണ്ടും വരാനും, അല്ലെങ്കിൽ പഴയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും നിങ്ങൾ തമ്മിലൊരു സംസാരം ഉണ്ടാവാനും, അതിന്റെ പേരിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനും, വീണ്ടും വിഷമം ഉണ്ടാവാനും, ഡിപ്രഷനും കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനെല്ലാം സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഒരു ഫ്യൂച്ചർ ആക്ഷനിൽ കാണുന്നത്. അതായത് ആൾക്ക് വരണമെന്നുണ്ട് നിങ്ങളിലേക്ക്. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു, നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ തോന്നുന്നു. എന്നാൽ ആ ഒരു റിജക്ഷൻ എന്ന ഒരു ഭയം അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അവര് ആക്ഷൻ എടുക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ച് പോലും എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ വളരെയധികം ടെൻസ്ഡ് ആയിട്ട് വിഷമിച്ചിരിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണാനായിട്ട്, വളരെയധികം ഡെസ്പറേറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കുട്ടി ഒറാക്കിൾ കാർഡ് ഉണ്ട്, അതെന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഫെയ്റ്റ്. അവര് ഇപ്പോ
ഈ ഒരു സിറ്റുവേഷൻ ഇത് എല്ലാം വിധിയാണ് എന്നുള്ള ഒരു രീതിയിൽ ചിന്തിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എല്ലാം വിധിയാണ്, അല്ലെങ്കിൽ ശരിയേത് തെറ്റേത് എന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആയിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്, വിധിയെ പഴിച്ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു കാർഡ് വന്നിരിക്കുന്നത് ഇല്യൂഷൻ ആണ്. അവർ ഈ പറയുന്ന ഒരു ഇല്യൂഷനിലാണ്. അതായത് ഒരുപക്ഷെ അവര് വരുമ്പോൾ ഏത് നിമിഷം അവരെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട്, അല്ലെങ്കിൽ ഒരു കോളിന് വേണ്ടി, ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ അവര് നിങ്ങൾ റിജക്ട് ചെയ്യോ എന്നുള്ളൊരു പേടിയിലാണ് ഇരിക്കുന്നത്. അപ്പോ അത് ഒരു തരം ഇല്യൂഷൻ ആണ്. ഓക്കെ, ആക്ച്വലി റിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതല്ല. പക്ഷെ അവര് അങ്ങനെ വെറുതെ ആലോചിച്ച് കൂട്ടി പേടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ അടുത്തൊരു കാർഡ് വന്നിരിക്കുന്നത് സറണ്ടർ ആണ്. അവര് ഡബിൾ മൈൻഡഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. വരണമെന്നുണ്ട്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാലത്തെ ആഫ്റ്റർ എഫക്റ്റിനെ കുറിച്ച് പേടിച്ച് ഇരിക്കുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഒരു ആക്ഷൻ എടുക്കാതെ അവര് സറണ്ടർ ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ്, വരുന്നത് പോലെ വരട്ടെ എന്ന് കരുതി നിലവിലെ സിറ്റുവേഷനിൽ സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അടുത്ത ഒറാക്കൽ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കെയോസ് ആണ്. ഈ കെയോസ് എന്ന് പറയുന്നത് ഒരു ന്യൂ ചേഞ്ചിനെയാണ് കാണിക്കുന്നത്. അതായത് ഇവരിപ്പോ ഇത് സറണ്ടർ ചെയ്ത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. എന്താണ് യൂണിവേഴ്സിന്റെ തീരുമാനം, അതിനനുസരിച്ച് നടക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ആഗ്രഹം, ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്ക് അതിനനുസരിച്ച് മുന്നോട്ട് വരാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് തന്നെയായിട്ടാണ് കാണുന്നത്. എന്നാൽ അവര് ഒരു പുതിയ തുടക്കം അവര് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് ഈ ഒരു കെയോസിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കും കോൺഫ്ലിക്റ്റുകൾക്കും വിഷമങ്ങൾക്കും എല്ലാം ശേഷം ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് അവർക്ക് ഒരു ചെറിയ ഒരു ഹോപ്പ് ഉള്ളതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റീഡിങ്. ഇതില് നെഗറ്റീവ് എനർജി വന്നിട്ടുണ്ട്. ആ നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി അട്രാക്ട് ചെയ്യാതിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.